ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അമൃതപ്പൊടി ഉണ്ടാക്കിയാലോ? ഈ അമൃതപ്പൊടി ഇവിടെ കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടില്ല, ആ പൊടിയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, വെറുതെ തിന്നാനേ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അമൃതപ്പൊടി ലഡു എന്നൊക്കെ പറയാം കേട്ടോ. നമുക്കൊരു അതിനാവശ്യമായ സാധനങ്ങൾ വന്നിട്ട് തേങ്ങ നല്ല പൊടിയായി ചിരക്കിയത്, കടല വേണമെങ്കിൽ എടുക്കാം, എനിക്ക് കടല വേണം ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വെല്ലം 3 കട്ടയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, ആവശ്യത്തിന് മതി, കാരണം അമൃതപ്പൊടി ഓൾറെഡി മധുരമുള്ളതാണ്. പിന്നെ അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ അല്ലെങ്കിൽ നെയ്യ്, മണം വേണമെങ്കിൽ നെയ്യ് ഒഴിക്കുക. എനിക്ക് നെയ്യിൻ്റെ മണം അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങ ചിരവിയിടുക, എന്നിട്ട് നല്ലപോലെ വണക്കി എടുക്കുക. ഒരു ബ്രൗണിഷ് കളർ വരെ കരിയാണ്ട് നോക്കണം. അങ്ങനെ ബ്രൗണിഷായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വെല്ലമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഇത് തനിച്ച് ഉണ്ടാക്കണ പോലെ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. കാരണം വെള്ളപ്പാവ് കാച്ചി ഇതിൽ ഒഴിക്കണ പകരം ഞാൻ വെള്ളം തന്നെ അതിലിട്ട് കാച്ചുകയാണ്. അപ്പോൾ ജസ്റ്റ് അതിലിടുക. പിന്നെ അതിനാവശ്യമായ വെള്ളം ഒഴിക്കുക കേട്ടോ. ഇത്തിരി വെള്ളമാണ് വേണ്ടത്, ഒരുപാട് ഒഴിക്കണ്ട. പിന്നെ പാൽ ഒഴിക്കുകയാണെങ്കിൽ ഒഴിക്കുക, കാരണം അമൃതപ്പൊടി ഇട്ട ശേഷം നമുക്ക് പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ നല്ല ഒരു ചൂടാക്കി എടുത്തിട്ട് അതിൽ വെള്ളമാണ് കേട്ടോ ഒഴിക്കണത്. പാൽ ഒഴിച്ചിട്ട് ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഈ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ പാൽ ഇട്ടിട്ട്. അപ്പോൾ തൽക്കാലം വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരളവിനുള്ള വെള്ളം മതി ഇട്ടാൽ, കാരണം പൊടി ഇട്ട ശേഷം ഓവർ വെള്ളമാകാൻ പാടില്ല. അപ്പോൾ ഞാൻ ഒരു അളവിനാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം അത് നന്നായി പാവായിട്ട് വരുമ്പോൾ അതിലേക്ക് പൊടി ഇടുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതൊരു നല്ല ഡാർക്ക് ബ്രൗൺ കളർ ഈ വെള്ളപ്പാവ് പോലെയൊക്കെ ആകുമ്പോൾ നന്നായി ആക്കുക. നമുക്ക് ഇത് തേങ്ങ പരിപ്പൊക്കെ ഉണ്ടാക്കണ പോലെയൊക്കെ കിട്ടും. അപ്പം അങ്ങനെ ഒരു പരുവത്തിലായാൽ നമ്മൾ തൊലി കളഞ്ഞ് ഒരു അടി അടിച്ച് മിക്സിയിൽ ഒരൊറ്റ അടിയാണ്, അന്ന് ഒരുപാട് പൊടിയായിട്ടില്ല. അത് ഒരു തരി കട്ടയൊക്കെ ഉണ്ട് കേട്ടോ, കാരണം കഴിക്കുമ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ആ വെള്ളപ്പാവിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് ഇളക്കിയ ശേഷം പെട്ടെന്ന് പൊടിയിടുക. കാരണം വന്നിട്ട് ഇത് ഒരുപാട് നേരം വെള്ളപ്പാവിൽ ഇട്ട് വെച്ചാൽ വന്നിട്ട് കഴിക്കുമ്പോൾ ഒരു കുതിർന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പൊടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല, കാരണം അടി പിടിച്ച് കരിഞ്ഞതാണ്. അപ്പോൾ എല്ലാവരുടെയും ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഈ ചപ്പാത്തിക്ക് മാവ് ഒഴിച്ച പരിവൊക്കെ ആകും. അങ്ങനെ വെച്ചിട്ട് ചൂടാറണ മുമ്പ് തന്നെ നമുക്ക് ഉരുണ്ടയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഇനിയൊന്നും ഉരുണ്ടയാക്കി എടുത്താൽ എല്ലാം പെർഫെക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ എല്ലാവിടെയും ആകാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടെ അമൃതപ്പൊടി ലഡു റെഡി ആയിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അമ്മയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. പിന്നെ അമ്മൂമ്മയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവിടെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ.